എന്താണ് തെളിവ്? ആർക്കാണ് പരാതി? തന്റെ പേര് ആരെങ്കിലും പറഞ്ഞോ? പൊതുസമൂഹത്തിന് മുന്നിൽ നിന്ന് യുവതി സ്വന്തം അനുഭവം പറഞ്ഞപ്പോൾ ഉയർന്ന ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ ചോദ്യങ്ങൾ ഉയരുന്ന കാലത്ത് നിന്നാണ് രാഷ്ട്രീയ നൈതികതയെക്കുറിച്ച് സംസാരിക്കേണ്ടത്. ഇത് മാർക്സിസ്റ്റ് സൈദ്ധാന്തികർ പറയുന്ന സത്യാനന്തര കാലമൊന്നുമല്ല. അതൊക്കെ 1960കളിൽ തന്നെ ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞതാണ്. ആര് പറയുന്നതാണ് നുണ, ആര് പറയുന്നതാണ് സത്യം എന്നറിയാതെ ജനത നക്ഷത്രമെണ്ണുന്ന അനേകം അനുഭവങ്ങൾ പതിറ്റാണ്ടുകളായി നമുക്ക് മുന്നിലുണ്ട്. പ്രത്യയശാസ്ത്രപരമായ നിൽപ്പാണ് നമ്മുടെ ബോധ്യത്തെ തീരുമാനിക്കുന്നത്. സമ്പൂർണ്ണ ഇടതുപക്ഷക്കാരനായ ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം പൂർണ്ണമായും വിശ്വസിക്കും. സമ്പൂർണ്ണ കോൺഗ്രസുകാരനായ ഒരാൾ രാഹുൽ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും വിശ്വസിക്കും. അന്ധമായ രാഷ്ട്രീയ വിധേയത്വമുള്ളവർക്ക് സ്വന്തം നേതൃത്വം പറയുന്നതിനപ്പുറം മറ്റൊരു സത്യമുണ്ടാവില്ല. എന്നാൽ വ്യക്തിപരമായ കോമൺ സെൻസ് പ്രവർത്തിക്കുന്നവരുണ്ട്. സ്വന്തം ചിന്ത കൂടി എരിച്ചു തീരുമാനങ്ങൾ എടുക്കുന്നവർ. അവർ എത്തിച്ചേരുന്ന നിഗമനങ്ങളാണ് തെരഞ്ഞെടുപ്പ് വിജയിയെ തീരുമാനിക്കുക. അവർക്ക് മുന്നിൽ ആരോപണ വിധേയൻ കുറ്റക്കാരനാണ് എന്ന പ്രതിച്ഛായ വന്നാൽ പിന്നെ രക്ഷയില്ല. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഇങ്ങനെയുള്ളവർക്ക് തോന്നിയാൽ അതായിരിക്കും വരാൻ പോകുന്ന വിധി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്നാൽ 21,900 വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നാണ് അർത്ഥം. ആ ഓരോ വാർഡിലും കുറഞ്ഞത് 3 പേർ എങ്കിലും മത്സരിക്കുന്നു എന്ന് കണക്കാക്കിയാൽ തന്നെ ഒരേ സമയം 65,000 വ്യക്തികളെയാണ് വിലയിരുത്തുന്നത്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ബാധിക്കും.